ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 24-ാം വാരം വെള്ളി. തിരുസഭാ മാതാവ് വചന വിചിന്തനത്തിനായി ഇന്ന് നമുക്ക് നൽകുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളാണ്. 2016 ഓർമ്മ. പെസഹ വ്യാഴാഴ്ചത്തെ കാലുകഴുകൽ ശുശ്രൂഷയ്ക്ക് സഭയുടെ ചരിത്രത്തിലാദ്യമായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സ്ത്രീകൾക്ക് കൂടെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ഡിക്രി പുറത്തിറക്കി. ലോകമെമ്പാടും വലിയൊരു ചർച്ചയ്ക്ക് അത് വഴിയൊരുക്കി എന്നതാണ് സത്യം. അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേർ. ഒരു കൂട്ടുകാരൻ അച്ഛനോട് അതേക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അച്ഛൻ്റെ ചോദ്യം ഇതാണ്: കാലുകഴുകൽ ശുശ്രൂഷയിൽ അവർ കൂടെ പങ്കെടുത്താൽ എന്താണ് കുഴപ്പം? പള്ളിയിലെ ശുശ്രൂഷകൾ മുഴുവനും എടുത്തുകൊള്ളുക, ബഹുഭൂരിപക്ഷവും സ്ത്രീകളല്ലേ? കുടുംബ യൂണിറ്റുകൾ എടുത്തു നോക്കുക, കൂടുതൽ പങ്കാളിത്തവും സ്ത്രീകളുടേതല്ലേ? പള്ളിയും പരിസരവും വൃത്തിയാക്കാൻ വരുന്നവരെ നോക്കുക, ഭൂരിഭാഗവും സ്ത്രീകളല്ലേ? പിന്നെ ഇതിൽ നിന്ന് മാത്രം അവരെ എന്തിനൊഴിവാക്കണം? വൈദിക സമൂഹത്തെ മാറ്റി നിർത്തിയാൽ സഭയുടെ ശുശ്രൂഷയിൽ ബഹുഭൂരിപക്ഷവും നിറവേറ്റുന്നത് സ്ത്രീകളാണ് എന്ന് തോന്നിയിട്ടുണ്ട്. വചനത്തിൽ നിന്ന് യേശുവിനെ അനുഗമിച്ച സ്ത്രീകളെക്കുറിച്ചുള്ള വിവരണമാണ് നാം വായിച്ചു കേൾക്കുക. തെരഞ്ഞെടുക്കപ്പെട്ട 12 അപ്പോസ്തലന്മാരോടൊപ്പം ഈശോയോട് കൂടെയുണ്ടായിരുന്ന സ്ത്രീകളെ സുവിശേഷം പരിചയപ്പെടുത്തുകയാണ്. വിശേഷിച്ച് മഗ്ദലേന മറിയം, യോവാന്ന, സൂസന്ന എന്നീ 3 പേരെ, പിന്നെ സമ്പത്ത് കൊണ്ട് യേശുവിനെ ശുശ്രൂഷിച്ച മറ്റു പല സ്ത്രീകളും അവനോടൊപ്പം ഉണ്ടായിരുന്നുവെന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുക. വചനം സൂചിപ്പിക്കുന്ന 3 പേരും ഈശോയിൽ നിന്ന് ദൈവിക കൃപയുടെ സമൃദ്ധി സൗഖ്യമായും നന്മയായും അനുഭവിച്ചവരാണ്. അവരുടെ ഈ നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്നാണ് പിന്നെ യേശുവിന് വേണ്ടിയുള്ള ശുശ്രൂഷകൾക്ക് ആരംഭം കുറിക്കുക. വചനം സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്രകാരമാണല്ലോ: ദൈവരാജ്യം 3 ഇടങ്ങഴി മാവിൽ ചേർത്ത പുളിപ്പിന് സദൃശമാണ്. അതുപോലെയാണ് സഭയുടെ ചരിത്രത്തിലും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയിൽ സ്ത്രീകളുടെ പങ്കെന്ന് തോന്നിയിട്ടുണ്ട്. ദൈവരാജ്യം ഇങ്ങനെ ഈ ലോകത്ത് പടർന്ന് പന്തലിച്ചത് ഇങ്ങനെ പേര് പോലും പരാമർശിക്കപ്പെടാതെ ഈശോയ്ക്ക് വേണ്ടി നിശബ്ദമായി സേവനം ചെയ്ത മനുഷ്യരിലൂടെയാണെന്ന്. മറ്റാരെയും പോലെയൊരു പരിഗണന അവർക്കും ആവശ്യമായിരുന്നതുകൊണ്ടാണ് ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ ഒഴുക്കിനെതിരായിരുന്നിട്ടും കൂടെ അവരെയും കൂട്ടിയത്. അവൻ്റെ ഉത്ഥാനത്തിൻ്റെ ആദ്യ സാക്ഷിയായി അവൻ തെരഞ്ഞെടുത്തതും ഒരു സ്ത്രീയെയാണ്, മഗ്ദലേന മറിയത്തെ. ദൈവരാജ്യത്തിൻ്റെ പങ്കുവയ്ക്കലുകളിൽ, ദേവാലയ ശുശ്രൂഷകളിൽ അർഹമായ പ്രാധാന്യത്തോടുകൂടെ ശുശ്രൂഷ ചെയ്യുന്നവരെ ഈശോയെ പോലെ പരിഗണിക്കാനാകുന്നുണ്ടോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്യാം. നിശബ്ദമായ സേവനം കൊണ്ട് ഈശോയ്ക്കും സഭയ്ക്കും ദേവാലയത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഇവർക്ക് വേണ്ടി ഹൃദയപൂർവ്വം ഒരു പ്രാർത്ഥനയെങ്കിലും ഇന്ന് ചെയ്യണമെന്നേ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.